ശ്രീ പാണ്ഡ്യാല ഷാജി, പാർട്ടി സമ്മേളനങ്ങളിൽ ഇതുപോലെ ആഭ്യന്തര വകുപ്പ് ആക്രമിക്കപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, ഒരുവിധ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. മുഖ്യമന്ത്രിയെ പ്രത്യക്ഷത്തിൽ വിമർശിച്ചോ എന്നൊന്നും അറിയില്ല. അങ്ങനെ വിമർശിച്ചാൽ എന്തായിരിക്കും ഫലം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കാത്ത ഒരു സമ്മേളനം പോലും ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ട് പോലും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തത് എന്ത് കൊണ്ടാണ്? താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു നാഥനില്ലാത്ത ഒരവസ്ഥ. മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെയല്ലേ ആ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാവും. ശരിയാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എങ്കിലും ഈ പാർട്ടി സമ്മേളനങ്ങൾ ഇത്രയധികം വിമർശനം നേരിട്ടിട്ടും അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ അംഗങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണോ, അതോ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോവുള്ളൂ, ഇങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിക്കൂ എന്ന ആ ധാർഷ്ട്യം ഒരുപക്ഷെ ആ സമ്മേളനങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുമോ? അല്ല, അത് മാത്രമാണ് അതിലെ വസ്തുത. ഒറ്റ സിമ്പിളായ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇയാൾ പങ്കെടുത്തിട്ടുള്ള പാർട്ടി ജില്ലാ സമ്മേളനങ്ങളുണ്ട്. ഇയാൾ പങ്കെടുക്കാത്ത പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബ്രാഞ്ച് സമ്മേളനത്തിന് പങ്കെടുക്കുക. അതായത് പാർട്ടി ഭരണഘടനപ്രകാരങ്ങൾ പങ്കെടുക്കാവുന്നതാണ്. ഒരൊറ്റ ബ്രാഞ്ച് സമ്മേളനത്തിന് ഇയാൾ പിന്നെ ശ്രോതാവായി പോലും ഇയാൾ പോവില്ല. എന്താ കാര്യം എന്നറിയോ? തെറിയുടെ അഭിഷേകമായിരിക്കും ഇയാൾ വായിക്കാൻ പോകുന്നത്. പക്ഷെ അവിടുന്ന് തൊട്ട് മുകളിലോട്ടേക്ക് വരുമ്പോഴെന്താ പറഞ്ഞാൽ ഈ ബ്രാഞ്ച് സമ്മേളനത്തിനകത്ത് പിന്നെ ഇവർക്ക് പറ്റാവുന്നവരെ മാത്രമേ എന്താവുന്നവരോ ലോക്കൽ സമ്മേളനത്തിലേക്ക് പ്രതിനിധിയാക്കൂ. ഈ പ്രതിനിധി സമ്മേളനം തൊട്ട് തുടങ്ങുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് മുഴുവൻ തന്നെ ഇവരുടെ സിൽബന്ധികളുടെ ആളുകളെ മാത്രമേ ആ ലെയറിനകത്ത് വേണ്ടി കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഏരിയ സമ്മേളനം, പിന്നീട് വരുന്ന DC സമ്മേളനം. പക്ഷെ എന്നിട്ട് പോലും ഈ DC സമ്മേളനത്തിന് വിമർശനം ഉണ്ടാകുമെന്ന് തോന്നിയിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഇയാൾ നേരിട്ട് പങ്കെടുക്കുകയാണ്. ഇപ്പൊ കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നു. 3 ദിവസമാണ് ഈ മനുഷ്യൻ കുത്തിയിരുന്നത്. എന്തൊരാവശ്യത്തിനാണ് ഇയാൾ കുത്തിയിരുന്നത്? അവിടെ 3 ദിവസം കുത്തിയിരുന്നതിന്റെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ സമ്മേളനത്തിനകത്ത് തനിക്കെതിരെ വരാവുന്ന ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാവുന്ന ഒരു പൂർണ്ണമായ ഒരു ഉറപ്പ് അയാൾ വരുത്തുന്നതിനാണ്. ഈ വരുത്തുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണത്? ഈ പാർട്ടിയെ എൻ്റെ കൈപ്പിടിയിലേക്ക് ഞാൻ പൂർണ്ണമായി ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നിസ്സഹായമായ ഒരു അവസ്ഥ ഞാൻ ഇങ്ങോട്ട് പറയാം. ഈ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടന്നു. ഇപ്പോൾ BJPയുടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞു. ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞു വരുമ്പോൾ നെറ്റ് റിസൾട്ട് എന്താണ്? ഈ പാർട്ടിക്ക് അയാൾക്ക് വേണ്ടുന്ന ആളുകളെ മാത്രമാണ് അയാൾ ജില്ലാ സെക്രട്ടറി ആക്കിയത്. ഇപ്പൊ പുത്തനായിപ്പോ പിന്നെ തൃശ്ശൂരിൽ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, കാസർഗോഡ് ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, വയനാട്ടിൽ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു, കോഴിക്കോട് ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വന്നു. ഈ 4 ജില്ലാ സെക്രട്ടറിമാർക്കും നിർഭാഗ്യവശാൽ ഞാൻ പറയാണ്, അയാൾക്കൊന്നും അനങ്ങാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇയാളാണ്. പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടനാ രൂപത്തെ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാവിധ പാർട്ടിയുടെ പിന്നെ എന്താ പറയാ ചേതനയും പൂർണ്ണമായും സക്ക് ചെയ്തെടുത്ത്, ഞാനിന്ന് വേറൊരു സ്ഥലത്ത് പറഞ്ഞാണ്, കരിമ്പിൻ ചണ്ടി പോലെയാക്കി പാർട്ടിയെ സംഘടനയെ അയാൾ നശിപ്പിച്ചു എന്നതാണ് ഇയാൾക്കെതിരെ ഏറ്റവും ഗുരുതരമായ കുറ്റാരോപണം. എല്ലാ സ്ഥലത്തും പോറ്റും ഇയാൾ പറയുന്ന നുണയാണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു വികാരവുമില്ലാതെ മുഖത്ത് നിങ്ങൾ നോക്കൂ, ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ ഉണ്ടാവില്ലേ? ഈ മനുഷ്യന്റെ മുഖത്ത് എന്ത് ഭാവമാണുള്ളത്? നിർവികാരതയാണുള്ളത്. ഈ നിർവികാരത എന്ന് പറഞ്ഞാൽ ഒടുങ്ങാത്ത പകയും വെറുപ്പും പുച്ഛവും പരിഹാസവും മാത്രമാണ് ഇയാളുടെ മുഖത്തിന്റെ മുഖമുദ്ര. ആ മുഖമുദ്രയിൽ നിന്ന് വരുന്നതിന്റെ ഭാഗമായാണ് ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നേരത്തെ ഒരു BJPയുടെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്താണ്? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരെന്നോട് വിട്ടുപോയി. അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല. നമ്മൾ തിരിച്ചറിയുന്ന കാരണം നടപടി എടുക്കാൻ മാത്രമുള്ള മാനസികാവസ്ഥയുണ്ടെങ്കിൽ ആദ്യം ഇയാൾ പാർട്ടി നടപടി എടുക്കേണ്ടത് ആർക്കെതിരായിട്ടാണ്? P ശശിക്കെതിരെ അതിൽ നിന്ന് ആദ്യം ചവിട്ടി പുറത്താക്കണ്ടേ. അയാൾ ഇപ്പോഴും അവിടെ ഏറ്റവും ഗംഭീരമായി അയാൾ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. അതിനർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. ഈ തരത്തിലുള്ള തെമ്മാടികളെ മുഴുവൻ തന്നെ, അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവരെ മുഴുവൻ തന്നെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംരക്ഷകരാണ് ഇയാൾ. ഈ സംരക്ഷണ ബോധമാർക്കുണ്ട് ഇതിനകത്ത് ക്രൈം ചെയ്യുന്ന സകലമാന വൃത്തികെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് എന്നുള്ളതിന്റെ അധികാരപത്രമാണ് അവരെന്ത് ചെയ്യുന്നത്. എന്ത് ചെയ്താലും ആരുടെ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞത്. ഇവിടെയാണ് ഈ പഴയങ്ങാടി വെച്ചിട്ടാണ്
ഇയാളുടെ മുടിഞ്ഞ യാത്രയില്ലേ മറ്റേ നവകേരള യാത്ര, ആ നവകേരള ചെടിച്ചട്ടി കൊണ്ട് അടിച്ചപ്പോ ഈ മനുഷ്യൻ ഉളുപ്പില്ലാതെ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഇല്ലേ, അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്ന് അല്ലേ? സത്യത്തിൽ എന്താ പറയുക, ഈ കേരളത്തിലെ കോടതികൾ എന്ത് ചെയ്യണം, ഈ മനുഷ്യനെ സ്വമേധയാകെ എതിർക്കേണ്ടതാണ്. കാരണം ഇയാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അത് മാത്രവുമല്ല കേരളത്തിലെ ആഭ്യന്തര ഉപമന്ത്രിയുമാണിത്. ഇത്ര ഉത്തരവാദപ്പെട്ട തസ്തികയിൽ ഇത്ര ആഭാസകരമായ ഒരു പ്രസ്താവന നടത്തിയിട്ട് പോലും കോടതി സ്വമേധയാ കേസെടുത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഏത് നീതിന്യായ വ്യവസ്ഥയാണ് ഈ കേരളത്തിലെ പൗരന്മാർ പ്രതീക്ഷിക്കേണ്ടത്? പിന്നെ ആരെ പ്രതീക്ഷിക്കണം നമ്മൾ? ഇവിടെയാണ് ഇയാൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇയാൾ ബലദേവനെ പൊട്ടാൾ വേണമെങ്കിൽ പറഞ്ഞേക്കാം എന്റെ ദേഷ്യമാണ്. ഒരു ദേഷ്യമല്ല ബലദേവേ, അതിന്റെ കാര്യമില്ല, ഒരു കാര്യമില്ല. ഒരു പൊതുസമൂഹത്തിനകത്തുള്ള മുഴുവൻ ധാർമ്മികതയും ചവിട്ടി വലിക്കുക, എന്നിട്ടോ നിങ്ങളുടെ എല്ലാവരും പരിഹസിക്കുക. ഇത് ഇവിടെ നോക്കൂ, ഈ നിയമസഭക്കകത്ത് ഇയാൾ ഇന്ന് കാണിച്ചിരിക്കുന്ന ആംഗ്യങ്ങളില്ലേ, വിക്ഷേപങ്ങൾ, ഈ ആംഗ്യ വിക്ഷേപത്തിന് മുമ്പ് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇയാളെ അടിയന്തരാവസ്ഥ കാലത്ത് ബേദ്യം ചെയ്തു എന്ന് പറഞ്ഞ വലിയ പീഡനത്തിന്റെ കഥ പറഞ്ഞു. ആ പീഡനത്തിന്റെ കഥ അതിൻ്റെ അകത്ത് പറഞ്ഞാൽ അതിന്റെ കഥ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഇയാൾ മർദ്ദനം വെച്ചിരിക്കുന്ന ആളെ നേരിട്ട് കേട്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതുപോലെ അതിന്റെ കഥയല്ല ഞാൻ പറയുന്നത്. ഈ മനുഷ്യനാണ് കേരളത്തിലെ നിയമസഭക്കകത്ത് ചെരുപ്പറിഞ്ഞത് അല്ലേ? ആരെ? ബഹുമാനപ്പെട്ടിരിക്കുന്ന ആര്? സി അച്യുതമേനോന്റെ മുഖത്ത് നോക്കി ചെരുപ്പറിഞ്ഞിരിക്കുന്ന ആളാണ് ഇയാൾ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. ഏതെങ്കിലും ഒരാൾ കേരളത്തിനകത്ത് ഇത്രയും ആഭാസകരമായ സാധനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ അയാളിൽ എന്ത് നീതിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് ജനാധിപത്യ ബോധമാണ് അയാൾക്കുള്ളത്? എന്താണുള്ളത് അയാൾക്ക്? അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. അയാൾക്ക് വിമർശിക്കാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഭാഷ നോക്കൂ. ഒരു മനുഷ്യൻ കൾച്ചേർഡ് ആവുന്നത് എവിടെ വെച്ചാണ് സാർ? എവിടെ വെച്ചാണ് കൾച്ചേർഡ് ആണെന്ന് പറയുന്നത്? അയാൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നാണ് അല്ലേ? ഇത്ര അൺകൾച്ചേർഡ് ആയിരിക്കും, ഇത്ര അൺപാർലമെന്ററി ആയ, ഇത്ര ഓക്വേർഡ് ആയിരിക്കുന്ന ഒരു ഭാഷ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ? എന്നിട്ടോ 118, 119 ഈ നിയമസഭക്കകത്ത് ഭൂരിപക്ഷത്തിന്റെ പിൻബലമുണ്ട് എന്ന ഒരൊറ്റ സംഭവത്തിന് വരെ കൈമുട്ടി കൊടുക്കാനും ഓശാരം പാടാനും വന്നിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പാർട്ടിയുടെയും MLA-മാർ സത്യത്തിൽ നാടിക്കെട്ടുള്ളവല്ലോ അല്ലേ? പാർട്ടിയോട് വിധേയത്വം ഉണ്ടാവാം, കൂറുണ്ടാവാം, അതുണ്ടാവണം. പക്ഷേ ഒരാളോട് അടിമയെ പോലെ വിധേയത്വം കാണിക്കുന്നത് എന്താണെന്നറിയോ? ഷണ്ഡത്വമാണത്, നട്ടലില്ലായ്മയാണത്. ഈ നട്ടലില്ലായ്മയാണ് ഈ ജനാധിപത്യത്തെ ഇത്ര ആഘാതകരമായി നശിപ്പിച്ചു കളഞ്ഞത്. ഒരാൾക്കൊരു അക്ഷരം മിണ്ടാൻ കഴിയില്ല. മലമടിച്ചു ഒഴിക്കുന്ന സ്വപ്ന സുരേഷില്ലേ ഇവിടെ? ഈ സ്വപ്ന സുരേഷിന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇയാൾ പറഞ്ഞത് എനിക്ക് അവരെ അറിയില്ല? ഈ കളവ് പറയുമ്പോ ആ കളവ് കേരളത്തെ പുതിയ വിശ്വസിക്കുകയാണ് ചെയ്തത്. അതിന് മാതൃത്വം ചെയ്തതെന്ന കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇയാളുടെ ശ്രേണീബദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അവർക്കെല്ലാം തന്നെ വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തനിക്ക് വേണ്ടുന്നവരെ ഉപയോഗിക്കാൻ അവന്റെ ദൗർബല്യം എന്ത് അത് തിരിച്ചറിയുക, അത് ഫീഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഒന്നൊന്നര ബ്രോക്കർ, ആ ബ്രോക്കറും ആഭാസനുമാണ് വാസ്തവത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി. അതിന്റെ പരിണതി ഈ 14 ജില്ലാ സമ്മേളനങ്ങൾ സമാപിച്ചു. പിന്നെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒറ്റയൊന്നു മാത്രമാണ്. ഈ എസ്പെന്മാർ എല്ലാം കൂടിയിട്ട് അതിനകത്തൊരു പ്രഖ്യാപനം നടത്തും. എന്താ പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്നത്? ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, അതിന് നടത്താൻ പോകുന്ന പ്രഖ്യാപനം എന്താന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഇനി ആയുസ് ഉണ്ടാവില്ല, ഈ പാർട്ടിയെ നയിക്കാൻ മറ്റൊരു നേതാവുമില്ല. അതുകൊണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ഇയാൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും മുഖ്യമന്ത്രിയാവാനുമുള്ള എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് ഇവർ പ്രമേയം പാസാക്കും. ആ പ്രമേയം പാസാക്കുമ്പോൾ സെൻട്രൽ കമ്മിറ്റി വാവിടർന്നിരിക്കും. കാരണം ഈ സെൻട്രൽ കമ്മിറ്റി ഒരു വസ്തുത കൊള്ളാത്ത സെൻട്രൽ കമ്മിറ്റിയാക്കി മാറ്റിയെന്നതുകൊണ്ടാണ് ഈ സ്വകാര്യ സർവകലാശാല അതെ നേരത്തെ ചോദിച്ചത് ഏത് കമ്മിറ്റി ചർച്ച ചെയ്ത് കൊണ്ടുവന്നു? ആരോട് യോജിച്ചിട്ട് കൊണ്ടുവന്നു? പാർട്ടിയുടെ അഖിലേന്ത്യാ തീരുമാനത്തിന്റെ ഭാഗമാണോ? അഖിലേന്ത്യാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ടോ? ഇയാൾക്ക് പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപിക്കുമ്പോൾ എന്താ വരുക? ഇത് മുഴുവൻ തന്നെ എന്താവുന്നറിയോ? ഈ കേരളത്തിലെമ്പാടുമുള്ള സർക്കാരിന്റെ കീഴിലുണ്ടാക്കുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റികളും വരാൻ പോകുന്നത് ഡംപിംഗ് യാർഡ് മാത്രമായിട്ട് മാറും. വിവരവും പഠിക്കാൻ താല്പര്യമുള്ള മുഴുവൻ കുട്ടികളും എവിടത്തേക്ക് പോകുന്നറിയോ? സാമാന്യം തെറ്റില്ല സാമ്പത്തിക കുട്ടികൾ മുഴുവൻ തന്നെ സ്വകാര്യ സർവകലാശാലയിലേക്ക് പോവുകയും ആ കുട്ടികളെല്ലാം തന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ജോലി നേടിയിട്ട് പോകുമ്പോൾ ഇതിനകത്ത് DYFIക്കകത്ത് SFIക്ക് പോലും ജാഥ വിളിക്കാൻ പോലും കൊള്ളാത്ത കാട്ടാസുകൾ മാത്രമായി ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മാറ്റാൻ പോവുകയാണ്. ഇതാണ് ഈ കേരളീയ വിദ്യാഭ്യാസ മേഖലയിൽ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായിരിക്കുന്ന അധ്യായം. ഇങ്ങനെയെല്ലാം നശിപ്പിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിനകത്ത്. ഞാൻ വേറെ ഒന്നുകൂടി ചോദിക്കാം, ഈ പിണറായിയിൽ ഇയാൾ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആളല്ലേ കരുണൻ മാസ്റ്റർ? ഇയാൾ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ കരുണൻ മാഷ്? എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അതിന് ഉത്തരം പറഞ്ഞത് ആരാണ്? ഇദ്ദേഹമാണ് പറഞ്ഞത്. പാർട്ടി അന്വേഷിച്ചിരിക്കുന്നു. ഏത് പാർട്ടി അന്വേഷിച്ചു? അതുകൊണ്ട് അതിനോട് ഫർദർ എൻക്വയറി വേണ്ട. നിലവിളിച്ചിരിക്കുന്ന കുട്ടികൾ, അദ്ദേഹത്തിന്റെ കുട്ടികളല്ല, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കൾ പുട്ടളവായി എന്നാണ് പറഞ്ഞത്. ഒരു ഇവിടെ കരയാനുള്ള അവകാശം കൊടുക്കണ്ടേ? നിങ്ങൾ ഇല്ലേ? കരയാനുള്ള അവകാശം കൊടുക്കണ്ടേ?
എറണാകുളത്ത് റെയിൽപാളത്തിലല്ലേ കരുണം മാസ്റ്ററുടെ മൃതദേഹം കിടന്നത് അല്ലേ പണ്ഡ്യാല ഷാജി? അതെ അതെ, എന്നിട്ട് പറഞ്ഞ ന്യായം എന്താണ്? അദ്ദേഹം നടക്കാൻ പോവുകയാണ്. ഇതേപോലെ നടക്കാൻ ഇതേപോലെയാണ് മുറി ആർന്നു പോയത്. നവീൻ ബാബുവിന്റെ മുറിയും തുറന്നിട്ടാണ് ഉണ്ടായത് അല്ലേ? അല്ല, അത് അടഞ്ഞു കിടന്നിട്ടാണ്. ഇങ്ങനെ വരുന്ന കോയിൻസിഡൻസ് ഉണ്ടാകുമ്പോ ഇതിന്റെ എല്ലാ പിറകിൽ വരുന്ന ഒരു ദുരൂഹമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ദുരൂഹമായ ശക്തി ഈ ഫ്രാങ്കൻസ്റ്റൈൻ ആയിരിക്കുന്ന ഇയാളാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത്രമാത്രം രോഗാതുരമായ, ഇത്രമാത്രം വിരൂപനായ, ചിന്തയിൽ വിരൂപനായിരിക്കുന്ന ഒരാൾ ഒരു കേരളം ഭരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന് എതിരായി വരേണ്ടത് വാസ്തവത്തിൽ ജനാധിപത്യപരമായ വലിയ ചെറുത്തുനിൽപ്പുകളും പ്രക്ഷോഭങ്ങളുമാണ്. അതാണ് ഉണ്ടാവേണ്ടത്. അത് 2026 ഉണ്ടാവണമേ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ ഇയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ എന്താ പറയാ ഒരു വിഷ്യ സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന് അത് ഭേദിക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. മറിയക്കുട്ടി ചേച്ചിയെ പോലുള്ള നൂറുകണക്കിന് ആളുകൾ അവരുടെ പ്രതിഷേധം വരികയാണ് എങ്കിൽ ഒപ്പം തന്നെ ഒറ്റൊരു കാര്യം കൂടി, ബ്രാഞ്ച് സമ്മേളനത്തിൽ ഇയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള അതിനിശ്ചിതമായിരിക്കുന്ന വിമർശനമുണ്ട്. ആ വിമർശനത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ രൂപപ്പെടുകയാണെങ്കിൽ ഇയാളുടെ സമസ്ത സ്വപ്നവും ഈ കുടിര സ്ഥാപനം ഡീപ് സ്റ്റേറ്റിന്റെ നിർമ്മിതി അവിടെ വെച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴാണ് പറയാം. ഓക്കെ.